സർ, കേരളത്തിന് വിസ്മയമെന്ന മോഹന വാഗ്ദാനം നൽകി 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലേറി ആദ്യ ബജറ്റിൽ തന്നെ കേരള ജനതയെ നിരാശയുടെയും സംശയത്തിന്റെയും അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിട്ട ധനമന്ത്രി കൂടിയായ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിനെ നിരാശാജനകമെന്ന ഒരു വാക്കിൽ ഒതുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ശക്തമായ എതിർപ്പ് രേഖപ്പെടുന്നു. സാർ, അവിടെ ചില അംഗങ്ങൾ സൂചിപ്പിച്ചത് വളരെ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്ന, വിശ്വാസ്യതയോടുകൂടി പറയുന്ന, പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി പൂർത്തിയാക്കുന്ന മുഖ്യമന്ത്രിയെ, ഭരണത്തെയാണ് കാണാൻ പറ്റുന്നത്. സാർ, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് സാർ. എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ആളുകളുമെല്ലാം ഇന്നലെ വരെ നിങ്ങളെ പിന്തുണച്ച ആളുകൾ പോലും യൂട്ടേൺ അടിക്കുന്ന ആളുകളായി നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി മനസ്സിലാ, യുണൈറ്റഡ്, നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി എന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് എന്നത് മാറി യൂട്ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന നിലയിൽ ആളുകൾ പറഞ്ഞു തുടങ്ങി. സാർ, നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങൾ സാർ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. PM ശ്രീ തന്നെ ഇവിടെ തൊട്ടു മുമ്പ് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞത് PM ശ്രീ എന്നാണ്. ഇടതുപക്ഷം PM ശ്രീയുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട് വന്നത് സത്യം തന്നെയാണ്. പക്ഷേ കരാറുമായി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷം പോയിരുന്നോ? പോയില്ല. ആ ഒപ്പിട്ടതുമായി മുന്നോട്ട് പോയില്ല. ഒപ്പിട്ടത് ശരിയായില്ല. ഉന്നത ഉദ്യോഗസ്ഥ, ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഉന്നത ഉദ്യോഗസ്ഥ ഒപ്പിട്ടത് ശരിയായില്ല എന്നതുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകാതായത്. ആ മുന്നോട്ട് പോകാതിരുന്ന കരാറിനെ എങ്ങനെയെങ്കിൽ അതിന്റെ നിയമമുണ്ടല്ലോ, 60% കേന്ദ്രമാണെങ്കിൽ 40% സംസ്ഥാനം ബജറ്റിൽ വെക്കണ്ടേ? കഴിഞ്ഞ ബജറ്റിൽ അങ്ങനെ 40% വെച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി ഏതെങ്കിലും സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ സംഭവമേ ഇല്ല. ഇവിടെ അങ്ങനെ സംഭവമേ ഇല്ല. ഇനി ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തിന് ശേഷം ആ പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? മുന്നോട്ട് പോയിട്ടില്ല എന്നതല്ലേ. നോക്കൂ, സുപ്രീം കോടതിയിലും പാർലമെന്റിലും BJP ഗവൺമെന്റ് പറഞ്ഞെന്താ? കേരളം PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നല്ലേ. അതുകൊണ്ടാണ് SSA ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നല്ലേ. അങ്ങനെ പറഞ്ഞതിനെ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ പേരിൽ പണം വാങ്ങിയെന്ന് പറയുന്നത് എന്ത് നീതിയാണ് സാർ? ഞാൻ നുണക്കളവെന്നൊന്നും ഈ സഭയിൽ പറയുന്നില്ല. പക്ഷെ വാസ്തവവിരുദ്ധമല്ലേ? വാസ്തവവിരുദ്ധം. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രധാനമായി ഇവിടെ ബഹുമാന്യനായ തദ്ദേശ വകുപ്പ് മന്ത്രി ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം എത്ര രീതിയിൽ ആളുകൾ കേട്ടത്. വളരെ ആഴത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ? ഞങ്ങളെങ്ങാനും അധികാരത്തിൽ വന്നാൽ ഈ PM ശ്രീ എന്ന നിങ്ങൾ ധാരണയുണ്ടാക്കിയത് RSSന്റെ തൊഴുത്തിൽ കെട്ടുന്ന സാധനം ഞങ്ങൾ അറബിക്കടലിൽ തൂക്കിയെറിയുന്ന. എന്താ സാർ, അറബിക്കടലിൽ പറ്റിപ്പോയോ? സാർ, വളരെ പ്രശ്നമല്ലേ ഇത്? ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ വേണ്ടി പറ്റുക? നാളെ വേങ്ങരയിൽ ജനങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് സാർ പറയുക? ഈ വിഷയത്തിൽ നാളെ ജനങ്ങളോട് പറഞ്ഞ വാക്കിന് നിങ്ങൾ എങ്ങനെയാണ് സാർ മറുപടി പറയാൻ പറ്റുക? ഓരോ വിഷയം എങ്ങനെയാണ്? അതില് PM ശ്രീയുടെ പണം വാങ്ങിയെന്ന് വരെ പറഞ്ഞു ആളുകൾ. നിങ്ങളുടെ കൂടെയുള്ളവർ പറഞ്ഞില്ലേ? പിന്നെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി സത്യസന്ധമായ കാര്യം പറഞ്ഞു. PM ശ്രീയുമായി പൈസ വാങ്ങിയിട്ടില്ല, വാങ്ങിയത് SSA ഫണ്ടാണെന്ന് സമ്മതിച്ചു. സന്തോഷം. ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ, ഉള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ യൂട്ടേൺ അടിച്ചു പോയില്ലേ? ഇനി അത് മാത്രമാണോ? ക്ഷേമ പെൻഷൻ സ്ഥിതി എന്താ? ക്ഷേമ പെൻഷൻ എന്നാ പിന്നെ നിങ്ങൾ ആദ്യമേ പറയാം. എന്ത് പറയാം? ക്ഷേമ പെൻഷൻ ഞങ്ങളുടെ കാലയളവിൽ ഞങ്ങൾ 2500 3000 ആക്കും. അങ്ങനെയാണോ പറഞ്ഞത്? ഞങ്ങളുടെ ആദ്യ ബജറ്റിൽ തന്നെ അങ്ങനെയാണ് പറഞ്ഞു. മുഖ്യമന്ത്രി അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആദ്യ ബജറ്റിൽ തന്നെ ഞങ്ങൾ ഇത് കൂട്ടും. നിങ്ങളെ പോലെ അവസാനത്തേക്ക് ഞങ്ങൾ എത്തില്ല, ആദ്യ ബജറ്റിൽ തന്നെ കൂട്ടുന്നതാണ്. ആദ്യ ബജറ്റിൽ കൂട്ടി അതേ പറഞ്ഞോളൂ. അങ്ങ് പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങ് പറയുകയാണ്, ഞങ്ങളുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഞങ്ങൾ കൂട്ടുമെന്നാണെങ്കിൽ തർക്കമേ ഇല്ല. നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ ആ വിഷയത്തിൽ യൂട്ടേൺ അടിച്ചു. ഇനിയോ വാഹന മോഡിഫിക്കേഷന്റെ കാര്യത്തിലുള്ള ഏറ്റവും ബഹുരസം നിങ്ങൾ നോക്കൂ. ഇവരുടെ വാക്കും വിശ്വസിച്ചിട്ട്, സർവരുടെ വാക്കും വിശ്വസിച്ച് ആളുകൾ വാഹനത്തിന്റെ സാധനം വാങ്ങിക്കാൻ പോയി. നിരവധി സാധനങ്ങൾ കടയിൽ വാങ്ങിച്ചിറക്കി. അതൊന്നും ഇപ്പൊ വിൽപ്പന നടക്കുന്നില്ല. ഇത് വിശ്വസിച്ച എറണാകുളത്തെ കോൺഗ്രസിന്റെ സൈബർ പോരാളിയാണ്. എർട്ടിക കാറിന്റെ ബാക്കിൽ വെറുതെ റാഡ് വെച്ചതാണ്. ആ റാഡ് വെച്ച സ്ഥിതി എന്താ അറിയോ? റാഡ് കാണുമ്പോഴേക്ക് 5000 രൂപ RTO ചാർജ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം ആ സാധനം അടിച്ച് ചവറ്റുകൊട്ടയിൽ ഇടുമ്പോൾ പറയാണ്, ആരുടെയെങ്കിലും വാക്കും. കോൺഗ്രസ് ആണേ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളാണ്, എറണാകുളത്താണ്, കാക്കനാട് RTO ഓഫീസിൽ 5000 രൂപ പടിയടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആരുടെയെങ്കിലും വാക്കും വിശ്വസിച്ച് ഇനിയെങ്ങാനും ഇത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ എല്ലാവരും അനുഭവിക്കും, നിങ്ങളൊന്നും ചെയ്യരുതെന്നാണ്. അപ്പോൾ ആരും വിശ്വസിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്ന ഒന്ന് നടക്കുന്നതെന്നാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് സാർ എനിക്കൊരു കാര്യം പറയുന്നത്. മറ്റൊന്ന്, ഇവിടെ കഴിഞ്ഞ തൊട്ടു മുമ്പ് ബഹുമാന്യ മൂവാറ്റുപുഴ അംഗം ഞങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായില്ലെന്നാ. ED പറഞ്ഞതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നോക്കൂ, ED സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്താ? വാളയാറിന്റെ അപ്പുറത്താണെങ്കിൽ നിങ്ങളുടെ നിലപാടെന്താ? രാഷ്ട്രീയ ആയുധമായ ED ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് വാളയാറിന്റെ അപ്പുറത്ത് പറയുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അതെല്ലാം ശരിയാന്നാ. സാർ, പാലക്കാട്ടിൽ ചൊല്ലുണ്ടേ, ഞങ്ങളാണെങ്കിൽ ആഹ, നിങ്ങളാണെങ്കിൽ ഓഹോന്ന്.
അതേപോലെയാണ് ഇപ്പൊ ഇത്. ഞങ്ങളുടെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകളെ ആരെങ്കിലും ഇ ഡി ചോദ്യം ചെയ്താൽ, ഞാൻ കോൺഗ്രസിന്റെ നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്തതിനെ കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല. എത്ര ആളുകളെ ഇ ഡി ചോദ്യം ചെയ്തത് കോൺഗ്രസിന്റെ? അവിടെയല്ല. നോക്കൂ, ഈ രാജ്യത്ത് ആർ എസ് എസ് വ്യാപകമായി വ്യാപിച്ചു കിടക്കുമ്പോൾ അതിനെതിരെ ഒരുമിച്ച് ചേരേണ്ട ഇന്ത്യ മുന്നണിയെ തകർക്കുന്നതും നിങ്ങളല്ലേ? എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞെന്തുകൊണ്ട്? അരവിന്ദ് കെജ്രിവാളിനെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ട് ഇ ഡി ചോദ്യം ചെയ്യില്ല എന്ന് പറയുക? എവിടെ? ഈ രാജ്യത്തെ ഒരുമിപ്പിക്കേണ്ട കോൺഗ്രസിന്റെ മഹാസാഗരം പറയുന്ന, കോൺഗ്രസ് ആണ് ശരിയെന്ന് പറയുന്ന, കോൺഗ്രസിനാണ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാന്ന് പറയുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവ് കോൺഗ്രസ് അല്ലാത്ത വേറെ ആരെ ചോദ്യം ചെയ്താലും ശരിയെന്ന് പറയുന്ന രീതി, ഇത് ശരിയാണോ? ഈ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ കൊണ്ടുവന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ രീതി ശരിയാണോ? അങ്ങ് തിരുത്തണം എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകാം. ഇവിടെ ചില ആളുകളൊക്കെ പറയാണ്, ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി എന്താ? എന്തെങ്കിലും പറയാ. നിങ്ങളെങ്ങനെ ചുരുങ്ങിപ്പോയി? നിങ്ങളുടെ സ്ഥിതി എന്താന്നാ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ രാജ്യത്ത് പകരം വെക്കാൻ വാക്കുകളില്ലാത്ത കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? 12 കൊല്ലം പ്രതിപക്ഷ നേതാവാകാൻ പോലും കഴിയാത്ത കാലം നിങ്ങൾക്ക് ഈ കാലത്ത് കോൺഗ്രസ് ഉണ്ടായില്ല രാജ്യത്ത്. കോൺഗ്രസും പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് 50 കൊല്ലം മുമ്പ് കോൺഗ്രസ് അല്ലേ ഇപ്പോ? ഞങ്ങൾ ഇപ്പോഴും കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്, അതുപോലും ഇല്ലാത്ത സ്ഥിതിയിലേക്കുണ്ട്. അപ്പൊ നിങ്ങളെങ്ങനെ നിങ്ങളായിരുന്നു കൂടി ചിന്തിച്ച? വേറെ പല സംസ്ഥാനങ്ങളില്ല, മിക്ക സംസ്ഥാനത്തിലും കോൺഗ്രസ് മാത്രമായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് എവിടെ? അപ്പോ അത്തരം സാഹചര്യങ്ങൾ കൂടി നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. ഞാൻ മറ്റാക്ഷരമൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ ചില ആളുകൾ ഇപ്പൊ പറയുന്നില്ല, കലികാലമാണ്. ചില മുതിർന്ന ആളുകൾ ഞങ്ങൾക്കെതിരെ പറയാൻ വേണ്ടി കോൺഗ്രസിന്റെ ആശയത്തിലേക്ക് മാറുന്നുണ്ട്. സന്തോഷം. കലികാലത്തിന് പ്രത്യേകത എന്താ അറിയോ? ഇതിനേക്കാൾ ആദർശം പറയുന്ന മുതിർന്ന ആളുകളെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന ആളുകൾ ഇടതുപക്ഷത്തിന്റെ നയം പറയുന്നുണ്ട്. അതാണ് ബജറ്റിൽ ഞാൻ ഈ പറഞ്ഞതിലുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബജറ്റ് എന്തുകൊണ്ട് എതിർക്കപ്പെടണമെന്ന് കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ആദർശമുയർത്തുന്ന നേതാവിന്റെ ഇന്നലത്തെ FB പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ ബജറ്റ് എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, കോർപ്പറേറ്റിനെ സഹായിക്കുന്ന ഈ ബജറ്റിനെ ശക്തമായി എതിർക്കുന്നു സാർ.